PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ആകെ എത്ര വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇതുവരെ 17 വന്യജീവി സങ്കേതങ്ങളായിരുന്നു. PSCയുടെ ഉത്തരസൂചിക പ്രകാരം 17 വന്യജീവി സങ്കേതങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കറണ്ടായിട്ട് കരിമ്പുഴ വന്യജീവി സങ്കേതം കൂടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തം 18 വന്യജീവി സങ്കേതങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ ടോട്ടലായിട്ട് എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. നമുക്ക് ഈ 18 വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, കുറച്ച് എണ്ണം ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ വന്യജീവി സങ്കേതം നോക്കാം, പെരിയാർ. ഓക്കെ, പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്. അതുപോലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ്. ഇനി പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. ഓക്കെ, എന്താണ്? തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഓക്കെ, തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇനി പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് അല്ലെങ്കിൽ മുൻകാല പേര്, പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് പെരിയാറിന്റെ ആദ്യകാല പേര്. നിലവിൽ വന്നത് 1934 എന്താ? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി നിലവിൽ വന്നത് 1934 നിലവിൽ വരുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി. പിന്നീട് പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേര് വന്നത് 1950 മുതലാണ്. 1950 മുതലാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം, ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണ്. അതുപോലെ തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതും എന്താണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയകാല പേരാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. നിലവിൽ വന്നത് 1934 നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 1950 മുതലാണ്
പെരിയാർ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് എന്ത്? പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് എന്ത്? പെരിയാർ. ഇന്ത്യയിലെ 10ാമത്തെ. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും അതുപോലെ ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും ഏത് തന്നെയാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് 1978ലാണ്. 1978ലാണ് എന്താണ്? പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാർ വന്യജീവി സങ്കേതമാണ്. 1978ലാണ് പെരിയാർ വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്നത് 1973ലാണ്. എന്ത് നിലവിൽ വന്നത്? പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്നത് 1973ലാണ്. അതുപോലെ പ്രൊജക്ട് എലിഫന്റ് പദ്ധതി നിലവിൽ വന്നത്, ഇന്ത്യയിൽ നിലവിൽ വന്നത് 1992ലാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ നിലവിൽ വന്നത് 1991ലാണ്. ഓർത്ത് വയ്ക്കുക, പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ഇന്ത്യയിൽ നിലവിൽ വന്നത് 1992ലും പെരിയാറിൽ നിലവിൽ വന്നത് 1991ലുമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പെരിയാർ ആദ്യത്തെ കടുവ സംരക്ഷണ കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ. അതുപോലെ ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ വന്യജീവി സങ്കേതം. 1978ലാണ് കടുവ സംരക്ഷണ കേന്ദ്രമായി പെരിയാർ വന്യജീവി സങ്കേതത്തെ പ്രഖ്യാപിച്ചത്. 1973ലാണ് പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്നത്. അതുപോലെ പ്രൊജക്ട് എലിഫന്റ് പദ്ധതി ഇന്ത്യയിൽ നിലവിൽ വന്നത് 1992ലും അതുപോലെ പെരിയാറിൽ നിലവിൽ വന്നത് 1991ലുമാണ്. ഇനി ലോക ബാങ്ക് ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. ലോക ബാങ്ക് ബക്കർലിപ്പ് എന്ന് പറയുന്നത്, ബക്കർലിപ്പ് എന്ന് വെച്ചാൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റ്. ഇതാണ് ബക്കർലിപ്പ് എന്ന് പറയുന്നത്. ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പിലാക്കിയ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇനി പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. മംഗളാദേവി ക്ഷേത്രം പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ്. ഓക്കെ ആണല്ലോ. ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇത്രയുമാണ് പെരിയാറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം, നമ്മൾ നേരത്തെ അവിടെ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പറയാൻ വിട്ടുപോയി. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ തന്നെയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് എന്ത്? വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ്. അതുപോലെ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് എന്താണ്? വയനാട് വന്യജീവി സങ്കേതമാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. അതുപോലെ മറ്റൊരു പേരാണ് തോൽപ്പെട്ടി സാങ്ച്വറി. തോൽപ്പെട്ടി സാങ്ച്വറി എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? വയനാട് വന്യജീവി സങ്കേതം തന്നെയാണ്. ഓക്കെ, മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നതും അതുപോലെ തോൽപ്പെട്ടി സാങ്ച്വറി എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? വയനാട് വന്യജീവി സങ്കേതം തന്നെയാണ്. ഇനി വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973ലാണ്. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരിയാണ് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. സുൽത്താൻ ബത്തേരിയാണ്. ഇനി വയനാട് വന്യജീവി സങ്കേതവുമായിട്ട് അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ദേശീയോദ്യാനമാണ് എന്ത്? ബന്ദിപ്പൂർ. ബന്ദിപ്പൂർ
കർണാടകയിലെ ദേശീയോദ്യാനം, വയനാട് വന്യജീവി സങ്കേതവുമായിട്ട് അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ദേശീയോദ്യാനമാണ് ബന്ദിപ്പൂർ. അതുപോലെ വയനാട് വന്യജീവി സങ്കേതവുമായിട്ട് അതിർത്തി പങ്കിടുന്ന മറ്റൊരു ദേശീയോദ്യാനമാണ് മുതുമലൈ. തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുതുമലൈ. അപ്പൊ തമിഴ്നാട്ടിലെ മുതുമലൈ ദേശീയോദ്യാനം, അതുപോലെ കർണാടകയിലെ ബന്ദിപ്പൂർ ദേശീയോദ്യാനം, ഇത് രണ്ടും എന്താണ്, വയനാട് വന്യജീവി സങ്കേതവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ദേശീയോദ്യാനങ്ങളാണ്. ഇതൊക്കെ ബന്ദിപ്പൂർ ദേശീയോദ്യാനം, അതുപോലെ തന്നെ മുതുമലൈ ദേശീയോദ്യാനം. അപ്പൊ എന്താണ്, കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി പങ്കിടുന്നു അല്ലെ. അപ്പൊ വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, വയനാട് വന്യജീവി സങ്കേതമാണ്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. ഇനി വയനാട് വന്യജീവി സങ്കേതത്തിലെ സംരക്ഷണ മൃഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, ആനയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിലെ സംരക്ഷണ മൃഗം ആനയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കുക. എന്താണ്, വയനാട് വന്യജീവി സങ്കേതം കേരളത്തിലെ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ്. അതുപോലെ മുത്തങ്ങ വന്യജീവി സങ്കേതം, തോൽപ്പെട്ടി സാങ്ച്വറി എന്നൊക്കെ അറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. 1973 നിലവിൽ വന്നത്. സുൽത്താൻ ബത്തേരിയാണ് ആസ്ഥാനം. അപ്പോൾ വയനാട് വന്യജീവി സങ്കേതവുമായിട്ട് അതിർത്തി പങ്കിടുന്ന രണ്ട് ദേശീയോദ്യാനങ്ങളാണ്, ഒന്ന് ബന്ദിപ്പൂർ, അതുപോലെ തന്നെ രണ്ടാമത്തേത് മുതുമലൈ ദേശീയോദ്യാനം. അവിടുത്തെ സംരക്ഷണ മൃഗം എന്ന് പറയുന്നത് ആനയാണ്. ഇനി അടുത്ത വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ പറ്റി പറയുമ്പോൾ പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ പറ്റി പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും മാത്രം പ്രവേശനമുള്ള ഒരേ ഒരു വന്യജീവി സങ്കേതം, കേരളത്തിലെ ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് എന്ത്, പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഓക്കെ, തമിഴ്നാട്ടിൽ നിന്നും മാത്രമാണ് പ്രവേശനമുള്ളത്. തമിഴ്നാട്ടിൽ നിന്നും മാത്രം പ്രവേശനമുള്ള വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, പറമ്പിക്കുളം. കേരളത്തിൽ നിന്നും പ്രവേശിക്കാനായിട്ട് പറ്റില്ല. തമിഴ്നാട്ടിൽ നിന്നും മാത്രം പ്രവേശന കവാടമുള്ള വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഏത്, പറമ്പിക്കുളം. രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാറാണെന്ന് പറഞ്ഞു. അതുപോലെ കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. ഇന്ത്യയിലെ 38ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഏത്, പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഓക്കെ, അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. ഇന്ത്യയിലെ 38ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഏത്, പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഓക്കെ ആണല്ലോ. ഇനി കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണെന്ന് പറഞ്ഞു. ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത് 2010 2010 എന്ത്, പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ എന്തായിട്ട് പ്രഖ്യാപിച്ചത്, കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഏതാണ്, പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. ഓക്കെ, കാട്ടുപോത്തുകൾ സുലഭമായി കാണപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. അതുപോലെ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ IUCNന്റെ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. ഇനി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തൂണക്കടവാണ്. ഓക്കെ, ആസ്ഥാനം തൂണക്കടവ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നും മാത്രം പ്രവേശന കവാടമുള്ള ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് ഇത്, പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ 38ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അത് പ്രഖ്യാപിച്ചത്, കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത് 2010. ഇനി കാട്ടുപോത്തുകൾ സുലഭമായി കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് എന്തെന്ന് പറയുന്നത്, പറമ്പിക്കുളം വന്യജീവി സങ്കേതം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്, തൂണക്കടവ്. ഇനി അടുത്ത വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ചെന്തുരുണി വന്യജീവി സങ്കേതം
സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് എന്ത്? ചെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ചെന്തുരുണിയുടെ സയന്റിഫിക് നെയിം എന്താണെന്ന് ചോദിച്ചാൽ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നുള്ളതാണ്. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നുള്ളതാണ് ചെന്തുരുണിയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. ഇനി കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. അല്ലെങ്കിൽ ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ മുൻപ് ചോദിച്ചിട്ടുണ്ട്. കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. അതുപോലെ അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് ഏതെന്ന് പറയുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നുള്ളതാണ് ചെന്തുരുണിയുടെ സയന്റിഫിക് നെയിം. കുളത്തൂപ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. അതുപോലെ അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഇനി അടുത്തത് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതമാണ്. നെയ്യാർ വന്യജീവി സങ്കേതത്തെ പറ്റി പറയുമ്പോൾ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് ഏതെന്ന് പറയുന്നത്? നെയ്യാർ വന്യജീവി സങ്കേതം. തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നിലവിൽ വന്നത് 1958 ഓക്കെ, 1958 നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. ഇനി നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് ഏക ലയൺ സഫാരി പാർക്കായിട്ടുള്ള മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ നെയ്യാർ ഡാമിലാണ്. ഓക്കെ ആണല്ലോ. നെയ്യാർ ഡാമിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മരക്കുന്നം ദ്വീപ്. ഏക ലയൺ സഫാരി പാർക്കായിട്ടുള്ള മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെയ്യാർ ഡാമിലാണ്. അതുപോലെ തന്നെ അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് പറഞ്ഞു നമ്മൾ ചെന്തുരുണി. അതുപോലെ അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ പേപ്പാറ വന്യജീവി സങ്കേതം. ഓക്കെ, അപ്പോൾ അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് എന്ത്? നെയ്യാർ വന്യജീവി സങ്കേതം. ഓക്കെ ആണല്ലോ. അപ്പോൾ നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1958 നെയ്യാർ ഡാമിലാണ് എന്ത്? ഏക ലയൺ സഫാരി പാർക്കായിട്ടുള്ള മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ട് വരുന്ന എന്താണ്? വന്യജീവി സങ്കേതം കൂടിയാണ് എന്ത്? നെയ്യാർ വന്യജീവി സങ്കേതം. ഇനി അടുത്തത് മംഗളവനം വന്യജീവി സങ്കേതം. മംഗളവനം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം ജില്ലയാണ്. ഓക്കെ, എറണാകുളം ജില്ലയിലാണ് എന്താണ്? മംഗളവനം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? മംഗളവനം വന്യജീവി സങ്കേതം തന്നെയാണ്. ഓക്കെ ആണല്ലോ. മംഗളവനമാണ് ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ചോദിച്ചാലും അതുപോലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ചോദിച്ചാലും ഏത് തന്നെയാണ്? മംഗളവനം തന്നെയാണ്. നമ്മൾ പക്ഷി സങ്കേതങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് മംഗളവനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും അതൊന്ന് കണ്ടിട്ട് എല്ലാവരും പഠിക്കുക. അപ്പോൾ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ മംഗളവനം പക്ഷി സങ്കേതമാണ് ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. അതുപോലെ മംഗളവനം വന്യജീവി സങ്കേതം ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? മംഗളവനം തന്നെയാണ്. എറണാകുളം ജില്ലയിലാണ് മംഗളവനം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം നെയ്യാറാണെന്ന് പറഞ്ഞു. ഇനി കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല
കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ, തെക്കേ അറ്റത്ത് തിരുവനന്തപുരത്താണ് നെയ്യാർ വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞു. വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ വന്നത് 1984 ആറളം വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ്. ഓക്കെ, ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ആറളം വന്യജീവി സങ്കേതം കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1984 നിലവിൽ വരുന്നത്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ചീങ്കണ്ണി പുഴ. ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട വന്യജീവി സങ്കേതങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചു കാണുന്ന, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അവസാനം രൂപം കൊണ്ട കരിമ്പുഴ വന്യജീവി സങ്കേതം അല്ലെ. അപ്പൊ അത് ഇതുവരെ PSCക്കൊന്നും ചോദിക്കാത്തതാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ പോയിന്റ് നോക്കാം. 17ാമത്തെ വന്യജീവി സങ്കേതം. 17ാമത്തെ വന്യജീവി സങ്കേതം കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ്. 2011 നിലവിൽ വന്നത്. ഓക്കെ, കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ് 17ാമത്തെ വന്യജീവി സങ്കേതം. നിലവിൽ വന്നത് 2011. അതുപോലെ ഒരു സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ കുറിഞ്ഞിമലയാണ്. ഓക്കെ, നീലക്കുറിഞ്ഞിയുടെ പേരിൽ അറിയപ്പെടുന്ന, ഒരു സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല. നമുക്കറിയാം 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പൂവാണ് അല്ലെ നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് കുറിഞ്ഞിമല. ഇനി എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനമാണ് കരിങ്കുറിഞ്ഞി എന്ന് പറയുന്നത്. കരിങ്കുറിഞ്ഞി എല്ലാ വർഷവും പുഷ്പിക്കുന്ന വിഭാഗം അല്ലെങ്കിൽ പൂക്കൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? കുറിഞ്ഞി വിഭാഗമാണ് കരിങ്കുറിഞ്ഞി. അതുപോലെ നക്ഷത്ര ആമ, ചാമ്പൽ മലയണ്ണാൻ എന്നിവ കാണപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് എന്ന് ചോദിച്ചാൽ ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് നക്ഷത്ര ആമകൾ, അതുപോലെ തന്നെ ചാമ്പൽ മലയണ്ണാൻ എന്നിവ കാണപ്പെടുന്നത്. അതുപോലെ റീഡ് തവളകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കക്കയമാണ്. കക്കയത്താണ് റീഡ് തവളകൾ കാണപ്പെടുന്നത്. ഇനി നമ്മൾ പറഞ്ഞു 18ാമത് രൂപം കൊണ്ട വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞു. കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. അവിടെ കാണപ്പെടുന്ന സ്പീഷീസ് ആണ് പന്നിമൂക്കൻ തവള. പന്നിമൂക്കൻ തവള കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇനി ഈ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് മുക്കുറുത്തി ദേശീയോദ്യാനം. എന്താണ്? കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ തെക്കു ഭാഗം മുക്കുറുത്തി ദേശീയോദ്യാനമാണ്. വടക്കു കിഴക്കായിട്ട് കിടക്കുന്നത് എന്താണ്? സൈലന്റ് വാലിയാണ്. തെക്ക് ഭാഗം മുക്കുറുത്തി ദേശീയോദ്യാനം, വടക്കു കിഴക്കായിട്ട് കിടക്കുന്നത് സൈലന്റ് വാലിയാണ്. ഇനി മനുഷ്യസ്പർശം ഏൽക്കാത്ത ഏക വനമാണ്. കേരളത്തിൽ മനുഷ്യസ്പർശം ഏൽക്കാത്ത ഏക വനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതം ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ 7 തരം വനപ്രദേശങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് എന്തെന്ന് പറയുന്നത്? കരിമ്പുഴ വന്യജീവി സങ്കേതം. ഓക്കെ ആണല്ലോ. 7 തരം വനപ്രദേശങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. 7 തരം വനപ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചോലവനം, നിത്യഹരിത വനം, അർദ്ധ നിത്യഹരിത വനം, ഇലപൊഴിയും ആർദ്രവനം, സൂചികാഗ്രവനം, പുൽമേടുകൾ, മലമുകളിലെ പുൽമേടുകൾ. ഇങ്ങനെയുള്ള 7 തരം വനപ്രദേശങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? 17ാമത്തെ വന്യജീവി സങ്കേതം കൊട്ടിയൂർ വന്യജീവി സങ്കേതം 2011 നിലവിൽ വന്നു. ഒരു സസ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് എന്തെന്ന് പറഞ്ഞത്? കുറിഞ്ഞിമല. നക്ഷത്ര ആമ, ചാമ്പൽ മലയണ്ണാൻ എന്നിവ കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. അതുപോലെ റീഡ് തവളകൾ കാണപ്പെടുന്നത് കക്കയത്തിലാണ്. ഓക്കെ, കക്കയം. അവസാനമായിട്ട് രൂപം കൊണ്ടതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. അവിടെ കാണുന്ന സ്പീഷീസ് ആണ് പന്നിമൂക്കൻ തവള എന്ന് പറയുന്നത്. ഇനി കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ തെക്കു ഭാഗത്താണ് മുക്കുറുത്തി ദേശീയോദ്യാനം. വടക്കു കിഴക്കായിട്ട് എന്താണ് കാണപ്പെടുന്നത്? സൈലന്റ് വാലിയാണ്. മനുഷ്യ സ്പർശമേൽക്കാത്ത ഏക വനം ഏത്? കേരളത്തിലെ ഏക വനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. 7 തരം വനപ്രദേശങ്ങൾ കാണപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. ആ 7 തരം വനപ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ചോലവനം, നിത്യഹരിത വനം, അർദ്ധ നിത്യഹരിത വനം, അതുപോലെ തന്നെ ഇലപൊഴിയും ആർദ്രവനം, സൂചികാഗ്രവനം, പുൽമേടുകൾ, മലമുകളിലെ പുൽമേടുകൾ എന്നിങ്ങനെയുള്ള 7 തരം വനപ്രദേശങ്ങൾ കാണപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.